നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു പ്രവാസി ഇന്ന് ഏറ്റവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് പ്രവാസ ജീവിതം. നമുക്ക് ഇവിടെ എങ്ങനെ കുടുംബത്തെ കൂട്ടിക്കൊണ്ട് എങ്ങനെ നടത്തിക്കൊണ്ട് പോകാമെന്ന ഒരു വലിയ വെല്ലുവിളിയെ നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ സംസ്കാരത്തെ നമുക്ക് എങ്ങനെ ഇവിടെ പരിപാലിക്കാൻ സാധിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ശരിയായ ദിശാബോധത്തോടുകൂടി വളർത്തുവാൻ സാധിക്കും എന്നുള്ള വലിയൊരു വെല്ലുവിളി ഓരോ പ്രവാസിയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളൊരു വലിയ വിഷയമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം പറഞ്ഞിരിക്കുകയാണ്. നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അനേകം മലയാളി കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള കുടുംബങ്ങളെ വിദേശങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മുടെ സംസ്കാരത്തിൽ ഊന്നി വളർത്താമെന്നുള്ള ഒരു വലിയ വെല്ലുവിളിയെ നാം ഓരോ പ്രവാസിയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കുവാൻ സാധിക്കുന്നതിന് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോഴാണ് എങ്ങനെ നമ്മുടെ ഭാഷയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ്. ഒന്ന്, ഏറ്റവും കൂടുതലായിട്ട് പ്രവാസി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യങ്ങളിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ മാതാപിതാക്കൾ നമ്മെ അടിച്ചും അതുപോലെ ശിക്ഷണം തന്നുമാണ് വളർത്തുന്നത്. ഈ രാജ്യത്ത് അതിനുള്ള അവകാശം നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ ദിശാബോധത്തോടുകൂടി വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. തീർച്ചയായും നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും മുറുകെ പിടിക്കണമെങ്കിൽ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കളെ ശരിയായ ഒരു ദിശാബോധം കൈക്കൊണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ശരിയാണ്, വിദ്യാഭ്യാസ കാര്യത്തിലെ പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെക്കാൾ മുമ്പിലാണെന്ന് പറയുന്നു. ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. കാരണം എന്ന് ചോദിച്ചാൽ, ഭാരതീയ സംസ്കാരവും അത് തരുന്ന മേന്മകളും ഗുണങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ പഴയ തലമുറയെ അല്ലെങ്കിൽ നാം വളർന്ന തലമുറയെ നാം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തീർച്ചയായിട്ടും നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പുതിയ തലമുറയിൽ ഇന്ന് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു വലിയ തലമുറയാണ് വളർന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിൽ ഈ വിദേശ രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അത് ശ്രേഷ്ഠമാണെന്ന് പറയുവാൻ ഞാൻ ഒരിക്കലും ഒതുരുകയില്ല. കാരണം അതിൻ്റെതായ എല്ലാവിധമായ ദോഷവശങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമതായത്, നമ്മുടെ ഭാഷ മറന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിനെ പുകഴ്ത്തി സംസാരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ ലജ്ജാവഹം എന്ന് പറയട്ടെ, ഒരു നാട്ടിൽ ഒരു അവധിക്ക് പോയാൽ ഒരു ബസ്സിന്റെ ബോർഡ് പോലും വായിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ള വലിയൊരു ദുഃഖസത്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ, കുഞ്ഞുങ്ങളെ പ്രായമാകുമ്പോൾ അവരുടെ കുടുംബ ജീവിതത്തിൽ നാം വലിയൊരു പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംസ്കാരത്തിൽപ്പെട്ട ഒരു വിവാഹം കഴിക്കുമ്പോൾ അത് നേരിടുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇവിടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ഈ രാജ്യത്ത് വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിന്റെ ഗുണങ്ങളെക്കാളേറെ ദോഷങ്ങളാണ് ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു സത്യം നാം മനസ്സിലാക്കേണ്ടത് ഒരു വലിയ കാര്യമാണ്. ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഭാരതീയ സംസ്കാരത്തിലെ മുറുകെ പറ്റി പിടിച്ചുകൊണ്ട് നമ്മൾക്ക് മുൻപിൽ കണ്ട സംസ്കാരത്തെ നാം നേരിട്ടുകൊണ്ട് ഭാരതം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ കേരളം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം. തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരവും നാം മുന്നിൽ കണ്ട് നമ്മുടേതായ രീതിയിൽ നമ്മുടെ സംസ്കാരങ്ങൾ മുറുകെ പറ്റി പിടിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സംസ്കാരവും കുഞ്ഞുങ്ങൾക്ക് പാർത്തു കൊടുത്തുകൊണ്ട് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നിങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.